വന്നോ? എന്താണ് ശിവനി നീ വന്നത്? ചേട്ടാ ഞാനാണെങ്കിലേ ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണെങ്കിലേ ഒരു വീട് ഉണ്ടായിരുന്നേ. ആ വീടിന് വെളിയിലാണെങ്കിലേ ഒരാൾ ഇപ്പൊ ഉണ്ടായിരുന്നേ. അപ്പൊ അയാൾ എന്നോട് ചോദിച്ചു ഐസ്ക്രീം ആണ്. ഞാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ ചോദിച്ചു ഐസ്ക്രീം എവിടെ നിന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഇതുണ്ടല്ലോ ഈ ഒരു പൊളിഞ്ഞ വീടാണെങ്കിലേ വലിയ പണിഞ്ഞിട്ടാണെങ്കിലേ വലിയൊരു ഐസ്ക്രീം കമ്പനി ആക്കാൻ പോവെന്ന് പറഞ്ഞേ. അതിനുമ്പോഴാണെങ്കിൽ കുറച്ച് തരാന്ന് പറഞ്ഞേ. അങ്ങനെ എന്നെ ആണെങ്കിൽ ആ വീടിന്റെ അകത്ത് കയറി. പക്ഷെ വീടിന്റെ പുറത്തായിരുന്നെങ്കിലേ മൊത്തം തല്ലിപ്പൊളി നടക്കുന്നത്. പക്ഷെ അകത്ത് കയറിയപ്പോൾ നല്ല രസമുണ്ട്. നല്ല മോഡേൺ ടെക്നോളജി പോലത്തെ. അതിനകത്ത് കയറിയപ്പോൾ പിന്നെ ഇഷ്ടം പോലെ ഐസ്ക്രീം ഒക്കെ കണ്ടിട്ടുണ്ട്. എനിക്കറിയാന്ന് വെച്ചപ്പം പൈസ കൊണ്ടുവന്നു. എന്റെ പൈസ ഇല്ലാത്തത് ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു. നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ചെയ്തല്ലോ, വാങ്ങിക്കാൻ പോയാലോ ഐസ്ക്രീം? അതിനെന്താ ഐസ്ക്രീം വാങ്ങിക്കാൻ പോവാ? എന്റെ ആ സമയത്ത് ആകെ 5 രൂപ ഉള്ളായിരുന്നു. അവിടുത്തെ ഐസ്ക്രീമിന് എത്ര 20 രൂപയും കണ്ട. എനിക്ക് എന്തായാലും ഒരു ഐസ്ക്രീം മതി. എനിക്ക് ഒരെണ്ണം മതി. എനിക്ക് എന്തായാലും ഒരെണ്ണം മതി. കുറെ തിന്നിട്ട് പനി പിടിച്ചിട്ട് അമ്മ വേണം എന്നിട്ട് വേണം അമ്മേനെ ശരിയാക്കാനായിട്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഐസ്ക്രീം വെച്ച് വാങ്ങിക്കാൻ ഏകദേശം 80 രൂപയാവും. ശിവാനി നീ പൈസ എടുത്തോ? പക്ഷെ ചേട്ടാ എനിക്കൊരു കുഴപ്പമുണ്ട്. എനിക്ക് ഐസ്ക്രീം വേണ്ട. കാരണം ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഐസ്ക്രീം തിന്നിട്ടാണ് പനി ഉണ്ടാക്കിയ പിന്നെ അമ്മ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരത്തില്ലെന്ന് പറഞ്ഞേ. അതുകൊണ്ട് അമ്മ എനിക്ക് ഐസ്ക്രീം വാങ്ങിക്കാനെന്ന് പറഞ്ഞ പൈസ തരത്തില്ല. അതിനൊന്നും ഞങ്ങൾ വാങ്ങിച്ചു തരാടി. സത്യമായിട്ടോ? സത്യമായിട്ട് വാങ്ങിച്ചു തരാം. ഞാൻ എന്തായാലും അമ്മയുടെ പൈസ വെച്ചിട്ട് വരട്ടെ. ശരി ചേട്ടാ. എന്തായാലും അമ്മ പൈസ തന്നെ. ഞാൻ അമ്മയുടെ 80 രൂപ വെച്ചാണെങ്കിൽ അമ്മ എനിക്ക് 200 തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു ഐസ്ക്രീം എന്ന് പറഞ്ഞു. പിന്നെ കുറെ ഐസ്ക്രീം നിന്ന് പനി പിടിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. എന്നാ ശരി നമുക്കൊന്ന് പോവാം. 200 രൂപ വരുമ്പോൾ എത്ര ഐസ്ക്രീം വാങ്ങിക്കാം? അത് കൂട്ടി വെക്കണം. ഇപ്പൊ എന്തായാലും സമയമില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. വാ, ഇപ്പൊ സന്ധ്യയായി. ശരി ചേട്ടാ. എന്റെ ശിവാനി നീ പറഞ്ഞ വീട് ഇതാണോ? അതെ ചേട്ടാ, ഇതിനകത്ത് ഐസ്ക്രീം കടക്കാരന്റെ വീട്. ഒരു ഐസ്ക്രീം കടക്കാരന്റെ വീടല്ല, ഇതിനകത്ത് ഐസ്ക്രീം ഒക്കെ ഉള്ളേ. എന്റെ അമ്മയെ പുറത്തു കാണുമ്പോ പേടി വന്നിട്ട് വയ്യ. ഞാനാണെങ്കിൽ ഇവിടെ കൂടെ പോകുമ്പോ ഇങ്ങനെ പുറത്ത് കണ്ടു. ഇങ്ങനെ പുറത്ത് ഭയങ്കര പേടി വരും. ഇങ്ങനെ ഉള്ളിൽ കയറി നല്ല രസമാണ് ചേട്ടാ. ബാ നമുക്ക് ഉള്ളിൽ കയറാം. എന്റെ അമ്മയെ പേടി വന്നിട്ട് വയ്യ കണ്ടിട്ട്. നിങ്ങൾ പെട്ടെന്ന് കയറേ. ഞങ്ങള് കയറാം. അകത്താണ് നല്ല രസം. മോഡേൺ ടെക്നോളജി ടൈപ്പ് വാള് അതൊക്കെ വാൾസ് ഇല്ലേ, വാൾസ് ഫിറ്റ് അതൊക്കെ. ബാ നമുക്ക് അകത്ത് കയറാം. ഇതാണോടെ ശിവാനി നീ പറഞ്ഞ മോഡേൺ ടെക്നോളജി? വീട് വല്ല മാറിപ്പോയോ? എന്റെ അമ്മ എന്റെ കാലും കയ്യൊക്കെ വിറച്ചിട്ട് വയ്യ. അമ്മേ അയ്യോ എന്റെ അമ്മ ത്രല്ലലേറോ. എടാ മണ്ടന്മാരെ, നിന്നെയൊക്കെ ഞാൻ മുമ്പ് പറ്റിച്ചതാ. ദേ ആ വെള്ള ഡ്രസ് ഇട്ടേക്കുന്ന കൊച്ചില്ലേ, ആ കൊച്ചനെ ഇവിടെ കൂടെ ട്യൂഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ നടന്നു പോകാൻ. അപ്പൊ ഞാനാണെങ്കിൽ വേഷം കെട്ടിയതായിരുന്നു, ഒരു ഐസ്ക്രീം മാനിന്റെ വേഷം കെട്ടിയത്. അങ്ങനെ ആ കൊച്ചിനെ വീടിന്റെ അകത്ത് ഇവിടെ എന്റെ ഒരു പവർ കാരണം ഈ വീട് മൊത്തം ഞാൻ ഒരു മോഡേൺ ടെക്നോളജി ആക്കി നിറച്ചു ഐസ്ക്രീം എല്ലാം ആക്കി ഒരു ശക്തി കാരണമാണ്. നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് നിങ്ങളെല്ലാരും വക വരുത്താനും കേട്ടോ. ഇത് ത്രല്ലല്ലാരുടെ വീടാ. ഈ ത്രല്ലല്ലാരുടെ ശക്തി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത് ഈ വീട്ടിലാണ്. കാരണം എന്റെ ശക്തി വെളിയിലൊന്നും വർക്കാവത്തില്ല. ഞാനൊരു നോർമൽ എന്റെ ആകെയുള്ള ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്റെ ആകെയുള്ള ശക്തി എന്ന് പറയും ആൾക്കാരെ ഞാൻ വക വരുത്തും. പിന്നെ എന്റെ കാലിട്ട് ഞാൻ ചവിട്ടും. അങ്ങനെയൊക്കെ എന്റെ ശക്തി ഉള്ളത്. പക്ഷെ വീടിന്റെ അകത്ത് എനിക്ക് മാന്ത്രിക ശക്തി ഉണ്ട്. അതാണ് ഞാൻ നിങ്ങളെ വീടിന്റെ അകത്ത് കൊണ്ടുവന്നത്. ഈ വീട് ഞാൻ പറയുന്നതല്ല അനുസരിക്കുന്നത്. നിങ്ങളെല്ലാരും ഇപ്പൊ വെളിയിലേക്ക് ആ കഥ തുറന്ന് ഓടി രക്ഷണം നോക്കില്ലായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ ഈ വീടിനോട് പറഞ്ഞു ആ കഥ കടച്ച് കുറ്റിയിടായിരുന്നു. അങ്ങനെ ആ വീട് കഥ കടച്ച് കുറ്റിയിട്ടെ. നിന്നെയൊക്കെ അല്ല കൊച്ചുങ്ങളെ തുണ്ടു സാറൊക്കെ പിടിക്കാൻ നടക്കുന്നേ. തുണ്ടു സാർ മാത്രമല്ല ഞാനും നിന്നെയൊക്കെ അല്ലേ പിടിക്കാൻ നടക്കുന്നത് പറയുന്നുണ്ട്. ഇനി ഞാൻ നിന്നെയൊക്കെ ഇന്ന് വക വരുത്തിയിട്ടേ ഇരിക്കത്തുള്ളൂ. നിന്നെയൊക്കെ ഞാനിപ്പോ വക വരുത്താൻ പോവാ. രക്ഷയുള്ള വഴി കണ്ടുപിടിക്കും. നിങ്ങൾ കരണ്ട. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മുടെ അവസാനമായേ. നിങ്ങൾ ഈ കിടന്ന് കരയുന്ന കണ്ടിട്ട് അത്ര അല്ലല്ലോ നിങ്ങൾ പിടിക്കാതിരിക്കത്തൊന്നുമില്ലല്ലോ. എന്തിനാണ് കാര്യം? നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ രക്ഷപ്പെടാൻ നോക്കണം. ശക്തിയാണെങ്കിൽ വീടിന്റെ അത് നല്ല ശക്തിയാണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പിള്ളേരെല്ലാം കൂടെ കിടന്ന് കരയുന്ന കണ്ടിട്ട് എനിക്ക് ചിരിക്കാൻ വയ്യ. അയ്യോ, നിങ്ങൾ എന്തെങ്കിലും കരഞ്ഞ വല്ല കാര്യമുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കാൻ രക്ഷപ്പെടാനായിട്ട്. നീയൊക്കെ എന്ത് ഐഡിയ കണ്ടുപിടിച്ചാലും എന്റെ ഈ ത്രല്ലല്ലറുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ അത്ര എളുപ്പമല്ലേ? എളുപ്പമല്ലെന്നല്ല, രക്ഷപ്പെടാൻ പറ്റില്ല. അമ്മ കാണണേ, അച്ഛനെ കാണണേ, അമ്മൂമ്മയെ കാണണേ.
ആദ്യം കൊച്ചുങ്ങളുടെ കരച്ചു കേട്ടിട്ട് എനിക്ക് ചിരി വന്നു. ഇപ്പൊ എനിക്ക് ദേഷ്യം വരുന്നു. അതോടെ മിണ്ടായിരിക്കും കൊച്ചുങ്ങളെ. നീ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് വന്നാ പറയുന്നത് എന്തിനാ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? എന്റെ അമ്മയെ ഞങ്ങൾ ഇപ്പൊ പെട്ടു പോയല്ലോ. അയ്യോ ചേട്ടാ, എനിക്ക് അറിയാമായിരുന്നു ഇത് ട്രല്ലലറ ട്രല്ലലയുടെ കളിയാണ്. എന്നോട് ക്ഷമിക്ക് ചേട്ടാ. അയ്യോ അമ്മേച്ചാ, അയ്യോ അമ്മേച്ചാ. നിങ്ങൾ ഈ കരണ്ടോണ്ടിരിക്കാൻ നമുക്ക് രക്ഷയോടെ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കാൻ ആദ്യം. കരണ്ട് എന്ത് വല്ല കാര്യമുണ്ടോ? എനിക്കെന്തായാലും നിങ്ങൾ ഇപ്പൊ വക വരുത്തും തോന്നില്ല. ഞാൻ എന്തായാലും പോയി കിടന്ന് ഉറങ്ങിയിട്ട് വരാം. ഞാനൊരു ഉറക്കം എഴുന്നേറ്റ് വരാം. എന്നിട്ട് നിന്നെയൊക്കെ വക വരുത്താം. ട്രല്ലലറാണെങ്കിൽ ഉറങ്ങാൻ പോയി. നമുക്ക് എല്ലാവർക്കും ഒന്ന് കഥ തുറന്ന് രക്ഷപ്പെടാം. ഞാൻ ഉറങ്ങാൻ പോയ സമയത്ത് നീയൊക്കെ കഥ പറഞ്ഞ രക്ഷണമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം എന്റെ ഈ വീടിന് ശക്തി കാരണം കഥവ് നല്ല ശക്തിക്ക് പൂട്ടിയിട്ടുണ്ട് വീട്. അതുകൊണ്ട് നിനക്കൊക്കെ വെളിയിൽ പോകാൻ പറ്റില്ലേ? ഇവിടെ അങ്ങനെ കിടന്ന് ഒച്ച വെള്ളം ഉണ്ടാക്കി ആ ഒച്ച ഉണ്ടാക്കുന്ന ആളെ ഞാൻ അപ്പൊ തന്നെ പിടിച്ച് വക വരുത്തും കേട്ടോ. ഞാൻ എന്തായാലും ഉറങ്ങാൻ പോവാം. എന്റെ ബെഡ്റൂം എവിടെയായിരുന്നു? അതെ, അവിടെ തന്നെ. അയ്യോ, നമ്മള് പെട്ടുപോയല്ലേ ഇവിടെ. നമുക്ക് എന്തായാലും ചേട്ടാ ഇവിടുത്തെ ഒരു ജനാലുണ്ട്, പൊളിച്ചു പോവാ. എടി ജനാലയുടെ ചില്ല് പൊളിച്ചെന്ന് പറഞ്ഞാലും കാര്യമില്ല. കാരണം ജനാലിക്കാണെങ്കിൽ കമ്പിയില്ല. കമ്പി എങ്ങനെ നമ്മൾ മാറ്റും? അയ്യോ, ഇവിടെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ലെന്ന് തോന്നുന്നു. നമ്മുടെ പണിയായിരുന്നു തോന്നുന്നു. നമ്മൾ ഇവിടെ വന്നതിന് എല്ലാത്തിനും കാരണം ഈ ശിവാനിയ. ഈ ശിവാനിയുടെ കൂട്ടുകൂടാൻ കൊള്ളത്തില്ല. നമുക്ക് വേറെ ആരെങ്കിലും കണ്ടുപിടിക്കാം കൂട്ടുകൂടാൻ. അയ്യോ, ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ ട്രല്ലലറയുടെ കളിയാണ് ഇതൊക്കെ. അവള് മുമ്പ് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞു പൊടിയാണ്. ഇനി നിനക്ക് ഒറ്റ ചാൻസ് ഉള്ളു കേട്ടോടി. ഇനി ഞാൻ ഇങ്ങനത്തെ പരിപാടിയായിട്ട് കൊണ്ടുവരാണെങ്കിൽ ഞങ്ങളോട് അതിന്റെ മേലെ വേണ്ടി പോയിക്കരുത് കേട്ടോടി. അയ്യോ ചേട്ടാ, ഞാൻ ഇങ്ങനത്തെ ഒന്നും കൊണ്ടുവരത്തില്ലേ. നമുക്ക് എന്തായാലും ഇനി കുറച്ച് സമയമുള്ളൂ. നമുക്ക് എന്തായാലും അവിടെ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ കളിക്കാവാ. ശരി, അത് തന്നെ നല്ലത്. നമുക്ക് അവിടെ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ കളിക്കാം, നമ്മുടെ ഇഷ്ട കളിയൊക്കെ. ചേട്ടന് വരുന്നുണ്ട് കളിക്കാൻ. ഒന്ന് പോയിക്കൊണ്ടോടെ. എനിക്കൊന്നും വയ്യ കളിക്കാൻ. ഞാൻ രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കാം. ചേട്ടൻ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞങ്ങൾ എന്തെങ്കിലും കളിക്കാൻ പോകും എന്തെങ്കിലുമൊക്കെ. വാടിച്ചു വേണം കണ്ടുപിടികളെ. ശരി ചേച്ചി. പക്ഷെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തോ ഒരു വഴി. എന്തിനീ തറ തന്നെ ഇരുന്ന് ആലോചിച്ച് നോക്കാം. പക്ഷെ ഒരു ഒത്തും പിടി കിട്ടുന്നില്ലല്ലോ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുന്നതെന്ന്. ശരിക്കാണെങ്കിൽ ഒരു ഐഡിയ പോലും കിട്ടിയതില്ല ഇതുവരെ. ഷടാ, ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു ഐഡിയ വാ. എന്തെങ്കിലും ഒരു ഐഡിയ വാ തലയില്. എനിക്ക് ദേഷ്യം വരുന്നു. എന്തെങ്കിലും ഒരു ഐഡിയ വാ പെട്ടെന്ന്. സാധാരണ എന്തേലും ഇങ്ങനത്തെയൊക്കെ അപകടം പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ തലയിൽ വരും. ഈ പ്രാവശ്യം ഒരു ഐഡിയ പോലും എന്റെ തലയിൽ വരുന്നില്ല. അത്രല്ല എല്ലാവരും എപ്പോഴാണ് അന്ന് എഴുന്നേക്കുന്നത്. എന്നാൽ പിന്നെ ഞങ്ങളുടെ കഥ കഴിഞ്ഞ് എന്റെ അമ്മയെ ഓർത്തിട്ട് എന്നെ പേടി വന്നിട്ട് വയ്യ. പേടിച്ചിട്ട് ഒരു കാര്യമില്ല മോനെ കണ്ണാ. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വഴി നോക്കണം ആദ്യം. ഒരു വഴിയും കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാലും ഒരു വഴി ഒപ്പിക്കണം. അതാണ് എന്റെ ബുദ്ധിശക്തി. ഇങ്ങനെ ഏത് സമയത്താണ് എന്താ ശിവാനി ഞങ്ങളുടെ വീട്ടിൽ കയറാൻ തോന്നിയേ? മര്യാദയ്ക്ക് ആ കഥവും കൂട്ടിയിട്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അത്രല്ല എല്ലാവരും ഞങ്ങളെ കുറെ നാൾ പിടിക്കാൻ നടക്കും. അതിന് ഞങ്ങളോട് നല്ല ദേഷ്യമായിരിക്കും. കാരണം ഇത്ര കാലം കിട്ടാത്തതിന് നല്ല ദേഷ്യമല്ല അത്ര എല്ലാവരും ഞങ്ങളോട്. അതുകൊണ്ട് ഉറപ്പായിട്ട് ഞങ്ങളത് വക വരുത്തും. അത്ര എല്ലാവരും എഴുന്നേക്കുന്നതിന് മുമ്പേ രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ ആ കൂടെ അങ്ങ് വിശന്നിട്ട് വയ്യ. എന്തായാലും അടുക്കളയിൽ എന്തെങ്കിലും സിന്നാരിപ്പുണ്ടോ നോക്കിയിട്ട് വരാം. ഈ വീടിന് അടുക്കള ഉണ്ടോ എന്തോ ആർക്കറിയാം. എന്തായാലും നോക്കിയിട്ട് വരാം. ഇതാണോ കിച്ചൺ? കിച്ചൺ എന്തെങ്കിലും അത്യാവശ്യം നല്ല കൊള്ളാം. ഇവിടെ ഒരു ചിമ്മിനി ഉണ്ടല്ലോ. എനിക്കൊരു ഐഡിയ. ഈ ചിമ്മിനി കൂടെ അങ്ങ് പിടിച്ചിട്ടാണെങ്കിൽ വീടിന്റെ മേളിൽ കൂടെ അങ്ങ് ഇറങ്ങാം. വീടിന്റെ മേളിൽ വെച്ചാൽ ടെറസ് പോലെ. അവിടെ നിന്നാണെങ്കിൽ ഇറങ്ങാനായിട്ട് ചവിട്ടുപടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇറങ്ങി പോകുന്ന സ്റ്റെപ്പ് അതെല്ലാം ഉണ്ട്. അത് നല്ല ഐഡിയ തോന്നുന്നു. എന്നാൽ ഞാൻ ചിമ്മിനി കൂടെ അടിയിൽ കൂടെ നോക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കയറിപ്പോകാൻ പറ്റുമോ? ഞങ്ങൾക്ക് കയറിപ്പോകാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞാനെന്നാ വേഗം കൺമണിമോളും തുമ്പി ശിവാനി വിളിച്ചിട്ട് വരാം. എടി കൺമണിമോളെ, ശിവാനി, തുമ്പി. എന്താ ചേട്ടാ വിളിച്ചത്? ഞങ്ങൾ അവസാനമായിട്ടൊന്ന് കളിക്കാൻ സമ്മതിക്കത്തില്ലേ? എടി നമുക്ക് രക്ഷപ്പെടാനായിട്ടൊരു വഴി കിട്ടി. ചേട്ടൻ എന്താ വഴി കിട്ടിയേ? എടി ഇതുകൊണ്ടു അടുക്കളയിലെ ചിമ്മിനി വഴിയാണെങ്കിൽ നമുക്കാണെങ്കിൽ അങ്ങ് കയറി മേളിൽ പോവാം. അവിടെ ആണെങ്കിൽ ഒരു ഓപ്പണിംഗ് പോലെ ഉണ്ട്. നമുക്ക് ആ വഴി ഇറങ്ങാം. എന്നിട്ട് ടെറസിന്റെ മുകളിൽ കൂടെ നമുക്ക് അവിടെ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് വഴി താഴെ ഇറങ്ങി പമ്മി നമുക്ക് ആണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ചെല്ലാം. അത് തന്നെയാണ് ചേട്ടാ, നമുക്കൊന്ന് കയറാം. വാ. ആദ്യം ശിവാനി കയറാം, എന്നിട്ട് കൺമണിമോള്, എന്നിട്ട് തുമ്പി, എന്നിട്ട് ഞാൻ ലാസ്റ്റ് കയറാം. എന്താ ഓക്കെ അല്ലേ? അത് ശിവാനി കയറിക്കോ. ശിവാനി കയറിപ്പോയി. എടി കൺമണിമോളെ, നീ കയറിക്കോ. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? കയറി. അങ്ങനെ കൺമണിമോളും കയറിപ്പോയി. എടുത്തുമ്പി നീ എന്ത് ചെയ്യുവോ? പെട്ടെന്ന് കയറ്. ശരി ചേട്ടാ. എടുത്തുമ്പി കയറിക്കോ. ശരി. അയ്യോ, അങ്ങനെ തുമ്പിയും കയറി. ഇനി ഏറ്റവും ലാസ്റ്റ് ഞാൻ കയറണം. ചേട്ടാ ഞങ്ങൾ പഠിക്കണോ? എടി നിങ്ങൾ എന്നെ ടെറസിലെത്തിയില്ലേ, പിന്നെ എങ്ങനെ പിടിക്കുന്നേ? നിങ്ങൾ പിടിക്കുന്ന വേണ്ട, ഞാൻ കയറിക്കോളാം. ഞാൻ കയറട്ടെ. ഭാഗ്യം നമ്മളെല്ലാവരും ടെറസിന് മുകളിൽ കയറി ചേട്ടാ. രക്ഷപ്പെട്ടേ. അല്ല, എല്ലാവരും എന്ത് ഈ ടെറസിന് മുകളിൽ ഇങ്ങനെ നിൽക്കുന്നേ? എല്ലാവർക്കും ഒന്ന് ഇറങ്ങിക്കൂടെ? ശരി ചേട്ടാ, ഇറങ്ങാം. എന്തൊക്കെ പറഞ്ഞാലേ രക്ഷപ്പെട്ടില്ല നമ്മള്. ചേട്ടാ എല്ലാവരും എഴുന്നേക്കുന്നതിന് നമുക്ക് വെയിറ്റ് പോകാം. പെട്ടെന്ന് പോവാം. ശരിയടി. എന്റെ ഓർക്കൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാ എണ്ണത്തിനും വക വരുത്താൻ പോവാ ഞാൻ. വിശന്നിട്ട് വയ്യ എനിക്ക്. ഇവിടുത്തെ ഒരെണ്ണത്തിനും കാണുന്നില്ലല്ലോ. ചിലപ്പോ അപ്പുറത്ത് എവിടെയൊക്കെ കാണുമായിരിക്കും. വലിയ ബംഗ്ലാവ് പോലത്തെ വീടല്ലേ. ഇതിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കിയിട്ട് വരാം. ഞാൻ ഇവിടെ മൊത്തം നോക്കിയില്ല. ആ പിള്ളേരെ ഒറ്റ ഒന്നതിനെ പോലെ വീടിന്റെ എവിടെയും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ആ പിള്ളേരാണെങ്കിൽ അടുക്കളയിൽ ആ ചിമ്മിനി വഴി രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഞാൻ എന്റെ വീടിനോട് ആ ചിമ്മിനി ക്ലോസ് ആക്കാൻ പറയാൻ മറന്നു പോയി. മണ്ടൻ ട്രല്ലലറോ. എന്തായാലും ഞാൻ ഒരു ദിവസം അവരെയൊക്കെ പിടിക്കും. കൊണ്ടോണം. എന്റെ അമ്മേ, നമ്മൾ അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടില്ല. അല്ല, രക്ഷപ്പെടാൻ കാരണമാണ് നമ്മുടെ സ്വന്തം ചേട്ടനല്ലേ നമ്മളെ രക്ഷിച്ചേ. എന്തൊക്കെ പറഞ്ഞാലും ചേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും തള്ളലാടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. അത് മതി എനിക്ക്. ശിവാനി, നീ ഇങ്ങനത്തെ ഐറ്റംസും കൊണ്ട് വരലായിട്ട് നമ്മൾ പെട്ടുപോന്നെ. ഈ പ്രാവശ്യം എങ്ങനെയാലും നമ്മൾ രക്ഷപ്പെട്ടു.
ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ ആവുന്നില്ല. ചേട്ടൻ ഞാൻ അങ്ങനത്തെ ഒന്നും കൊണ്ടുവരത്തില്ലേ?